Good morning dear traders, welcome back to another video of free market analysis. നമ്മൾ ഇന്നത്തെ ട്രേഡ് പ്ലാൻ പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇന്ന് ട്രേഡ് പ്ലാനിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കുറച്ച് ലാഗ് ആയിട്ടാണ്. ഇപ്പോൾ ഏകദേശം ഇന്ത്യൻ ടൈമിൽ പറയുമ്പോൾ ഏകദേശം നമ്മൾ 2 മണി കഴിഞ്ഞ് 2:10 ആവാറായി. ന്യൂയോർക്ക് ടൈമിൽ പറയുമ്പോൾ ലണ്ടൻ കിൽ സോൺ ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലോസ് ആവാനായിട്ടുണ്ട്. വേറെ സാധാരണ നമ്മൾ ലണ്ടൻ കിൽ സോണിന് മുമ്പ് തന്നെ ഷൂട്ട് ചെയ്യാനാണ്. ഇന്ന് ലാഗ് ആയത് ഓഫീസിലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയ കാരണമാണ്. ഇനി എന്തായാലും അങ്ങനെ ഉണ്ടാവില്ല. ഇനി എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലണ്ടൻ കിൽ സോണിൻ്റെ ടൈമിന് മുമ്പ് തന്നെ നമ്മൾ വീഡിയോ ഇനി റെഗുലറായിട്ട് വന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന അനാലിസിസ് ന്യൂയോർക്ക് ടൈമിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കും എൻ്റെ ഇന്നത്തെ അനാലിസിസ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നലെ നമ്മൾ പറഞ്ഞ ഡെയിലി ട്രേഡ് പ്ലാൻ എത്രത്തോളം വർക്കൗട്ട് ആയെന്ന് നമുക്ക് നോക്കാം. ഇന്നലെ CPI ഉണ്ടായിരുന്നു. ഇന്നലെ CPI ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെ ന്യൂയോർക്ക് ടൈമിൽ ട്രേഡ് എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി കുറവായിരിക്കും. അതായത് ന്യൂസിന് മുമ്പായിട്ട് എടുക്കാനുള്ള പോസിബിലിറ്റി കുറവായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ന്യൂസിന് ശേഷം ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാം. ഓക്കെ, യൂറോസിൽ ഞാൻ ഇന്നലെ ബുള്ളിഷ് ആയിരുന്നു. അതിൻ്റെ റീസൺ ഇവിടെ നിന്നുള്ള ഈ ഒരു ബുള്ളിഷ് ആക്ഷൻ തന്നെയാണ് UFEG എന്നുള്ള അതിൻ്റെ ഒരു കണ്ടിന്യൂസ് റാലി തന്നെയാണ് ഇപ്പോൾ കണ്ടിന്യൂസ്ലി യൂറോയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് മിക്കവാറും ഇന്നലെ തന്നെ ഈ 2 സ്വിംഗ് ഹൈയും എടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, അതിൻ്റെ അകത്ത് ഞാനത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 2 സ്വിംഗ് ഹൈയും ഇന്നലെ തന്നെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ CPI ആക്ച്വലി വലിയ ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടില്ല. അതായത് കഴിഞ്ഞ മാസം നമ്മൾ പറഞ്ഞ CPIയുടെ ആ ഒരു ഇമ്പാക്റ്റിൻ്റെ ഒരു എന്താ പറയുക ഒരു 2/3 പോലും ഈ മാസം ഉണ്ടായിട്ടില്ല. അത്ര വലിയൊരു ഇമ്പാക്റ്റുള്ള ന്യൂസ് ആയിരുന്നില്ല CPI ഇപ്രാവശ്യം പുറത്ത് വന്നത്. അപ്പോൾ ഇന്നലെ പറഞ്ഞ ഈ ടാർഗറ്റ് ലെവൽസ് എല്ലാം ഇന്നലെ തന്നെ സ്വീപ്പ് ചെയ്തു. ഇനി എന്തായിരിക്കും യൂറോസിറ്റിയിൽ സംഭവിക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം ഒരു ഇൻട്രാഡേ ബേസിസിൽ ഷോർട്ട് സെല്ലിനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത് ഈ ഒരു ബുള്ളിഷ് FEG ആണ്. ഈ ഒരു ബുള്ളിഷ് FEGയിലേക്കുള്ള ഒരു ജേണി ആയിട്ടാണ് ഞാനിപ്പോൾ കറൻറ്റ്ലി കാണുന്നത്. ഒരു CPI കഴിഞ്ഞുകൊണ്ട് തന്നെ മേ ബി ഇന്നെന്താ പറയുക ഒന്ന് റേഞ്ച് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും ഞാൻ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നത് ഈ ഒരു ബുള്ളിഷ് FEG ആണ്. അപ്പോൾ ആ ബുള്ളിഷ് FEGയിലേക്ക് മാർക്കറ്റ് വരുന്ന രീതിയിൽ മാത്രം ബെയറിഷ് കൺഫർമേഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി യൂറോസിറ്റി ഞാൻ ഷോർട്ട് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ന്യൂയോർക്ക് സെഷനിൽ. അപ്പോൾ ഇതാണ് കറൻറ്റ്ലിയുള്ള എൻ്റെ യൂറോസിറ്റിയിലെ ട്രേഡ് പ്ലാന്. ഐ ആം ബെയറിഷ് ഓൺ യൂറോസിറ്റിയിൽ ഞാൻ ബെയറിഷാണ്. നമുക്ക് നോക്കാം. പിന്നെ ഒരു സോണും കൂടെ ഉണ്ട്. ഇവിടെ ഈ ഒരു ബുള്ളിഷ് FEG ഉണ്ട്. അപ്പോൾ ഇവിടെ ബയേഴ്സ് കിക്കിനായില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി എന്താ പറയുക യൂറോസിറ്റി ഞാൻ ഷോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ 2 സോണായിരിക്കും ഞാൻ യൂറോസിറ്റിയിൽ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ഡോളറിൽ പോവാം. ഡോളറിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞത് ഡോളറിൽ ബെയറിഷ് ആയിട്ടുള്ള വ്യൂ ആയിരുന്നു. ഇന്നലെ CPIയുടെ ടൈമിൽ മിക്കവാറും ഈ ഒരു ലോ എടുക്കുമെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷേ CPI അത്ര പവർഫുൾ ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു ലോ ഇന്നലെ എടുത്തിട്ടുണ്ടായില്ല. സോ വാട്ട്സ് നെക്സ്റ്റ് ഓൺ US ഡോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബെയറിഷ് FEG എന്നുള്ള ഷോർട്ട് സെല്ലിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും അത് കണ്ടിന്യൂ ചെയ്യും ഈ വരുന്ന മണിക്കൂറുകളിലും നാളെയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ബെയറിഷ് ഓൺ ഡോളർ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഡോളറിൽ ബെയറിഷ് ആകുമ്പോൾ ഞാൻ യൂറോസിറ്റിയിൽ ബൈസ് ആയിരിക്കും ഞാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിരിക്കും എൻ്റെ ട്രേഡ് പ്ലാന്. ഞാൻ ഇന്ന് ന്യൂയോർക്ക് സെഷനിൽ ഞാൻ എന്താ പറയുക എൻ്റെ ട്രേഡുകളെല്ലാം ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ യൂറോസിറ്റിയിൽ ഞാൻ ബെയറിഷ് ആവാനുള്ള ഒരു പ്രോബിലിറ്റി അവിടെ കുറയാനാണ്. നമുക്ക് നോക്കാം ഏതാണ് ബെറ്റർ പ്രൈസ് ആക്ഷൻ തന്നെയത്, യൂറോയിലാണോ ഡോളറിലാണോ. ഡോളറിലെ പ്രൈസ് ആക്ഷൻ ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ഞാൻ യൂറോയിൽ ബൈസും സെൽസ് എല്ലാം നോക്കാം. ആൻഡ് ഫൈനലി ഗോൾഡിൽ പറയുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞത് ഗോൾഡിൽ ബുള്ളിഷ് ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. കാരണം എൻ്റെ വൺ ഓഫ് ദ റീസൺ ഈ ഒരു ബുള്ളിഷ് FEG ആയിരുന്നു. ആക്ച്വലി ബുള്ളിഷ് FEGയിൽ മാർക്കറ്റ് ഇപ്പോഴും അത് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയിട്ടില്ല. ഇന്നലെ ഒരു സെൽ റാലി നമ്മൾ കണ്ടിരുന്നെങ്കിൽ പോലും മാർക്കറ്റ് ഇവിടെ നിന്ന് പയ്യെ റിക്കവറായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ബുള്ളിഷ് FEG തന്നെ ഞാൻ ഇന്നലെ ഇവിടെ നിന്നൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് CPIയുടെ ന്യൂസ് കഴിഞ്ഞ് ഏകദേശം ന്യൂയോർക്ക് ടൈമിൽ 11-12 ആ ടൈം ആയപ്പോഴായിരുന്നു ഞാൻ ബൈ എൻട്രി എടുത്തത്. അത് ഇന്ന് രാവിലെയാണ് TP അടിച്ചത്. അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ PNL കാര്യങ്ങളൊക്കെ. അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ വേണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഡൗൺ എന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ ബ്രേക്ക് ഡൗൺ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ബുള്ളിഷ് FEGന്ന് ബൈ ആക്ഷൻ കിട്ടി. സോ വാട്ട്സ് നെക്സ്റ്റ് ഈ ഒരു അടുത്തതായിട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു 4 ഹവറിലൊരു ബെയറിഷ് FEG ഉണ്ട്. കണ്ടില്ലേ, നല്ലൊരു ബെയറിഷ് FEG പറയുന്നതിനേക്കാളും ബെറ്റർ ഈ ഒരു ബ്രേക്കർ ബ്ലോക്ക് പറയാനായിരിക്കും. ഈ ഒരു ബെയറിഷ് ബ്രേക്കർ ബ്ലോക്ക്. അപ്പോൾ ഈ ഒരു ബെയറിഷ് BBന്ന് ഞാൻ അടുത്തതായിട്ട് സെൽസാണ് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്. അപ്പോൾ ഈ വരുന്ന മണിക്കൂറുകൾ ഞാൻ അവിടെ തന്നെയായിരുന്നു എൻ്റെ TPM വെച്ചത്. അതിൻ്റെ തുടക്കത്തിലായിരുന്നു, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇവിടെ ആയിരുന്നു ഞാൻ TP വെച്ചത്.
ഇനി ഇവിടെ വരുന്ന മണിക്കൂറുകളിൽ സെല്ലേഴ്സിൻ്റെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗോൾഡ് ഷോർട്ട് ചെയ്യും. മനസ്സിലായില്ല? ഇതാണ് എൻ്റെ കറൻ്റ് ഗോൾഡിലുള്ള പ്ലാന്. ഇൻ കേസ് ഇവിടെ സെല്ലേഴ്സ് ഇംബാലൻസ് ഫെയിലായി ബയേഴ്സാണ് ഇവിടെ സ്റ്റെപ്പിന് ആവണമെന്നുണ്ടെങ്കിൽ ഗോൾഡ് ഞാൻ ബൈ ചെയ്യുന്നതായിരിക്കും. മനസ്സിലല്ലേ? അപ്പോൾ നോക്കട്ടെ ഏത് പ്രൈസ് ആക്ഷനാണ് ബെറ്ററായിട്ട് വരുന്നത്, അതിനനുസരിച്ചായിരിക്കും ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ട്രേഡുകളെല്ലാം ഞാൻ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതിലെന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സോൺ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്താൽ മതി. ടെലിഗ്രാം ചാനലിൽ ഞാൻ റെഗുലറായിട്ട് നമ്മുടെ സോൺസും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ഇതിനകത്ത് എന്തെങ്കിലും സോണും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് ചെയ്യുന്നതായിരിക്കും. സോ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറൻസി പിപ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ ബയോയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും. ഓക്കെ. ആൻഡ് ഫൈനലി നമുക്ക് ഇന്ന് ന്യൂസ് എന്തെങ്കിലും ഒന്ന് നോക്കാം. ഇന്ന് തേഴ്സ്ഡേ ആണ്. ഒബ്വിയസ്ലി എന്തായാലും USD റിലേറ്റഡ് ആയിട്ട് ഇന്ന് എന്തായാലും ന്യൂസ് ഉണ്ടാവും. August 15th. ഇന്ന് ലണ്ടനിൽ യൂറോ ഹോളിഡേ ആണ്. അതായത് ഫ്രഞ്ച് ബാങ്ക് ഹോളിഡേ, ഇറ്റാലിയൻ ബാങ്ക് ഹോളിഡേ ആണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തോ ഒരു ഇതാണ്, അസംഷൻ ഡേ ആണ്. അതാണ് ക്രിസ്ത്യാനിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോളിഡേ ആണ് ഇന്ന് ഫ്രാൻസിലും ഇറ്റലിയിലൊക്കെ. അപ്പോൾ യൂറോ ഇന്നും എന്താ പറയുക ലണ്ടനിൽ ട്രേഡബിൾ അല്ല. അപ്പോൾ USDയിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ കോർ റീറ്റെയിൽ സെയിൽസും ഉണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസും ഉണ്ട്. അത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി പറയണത് ഒരു 1 hour 4 hour ടൈം ഫ്രെയിമിലൊക്കെയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ SL അതിനനുസരിച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു 15 minute ആൻഡ് ബിലോ ഒക്കെ ട്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ SL മിക്കവാറും ഈവൻ നിങ്ങളുടെ അനാലിസിസ് ശരിയാണെങ്കിൽ പോലും മേ ബി SL അടിക്കാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. സോ ബെറ്റർ ഒന്നല്ലെങ്കിൽ ന്യൂസ് കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യുക. ഞാൻ ഇന്നലെ ചെയ്തതുപോലെ ന്യൂസ് കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഹയർ ടൈം ഫ്രെയിംസിൽ നോക്കി SL സെറ്റ് ചെയ്യുക. പേഴ്സണലി ഞാൻ അങ്ങനെ ആയിരിക്കും ചെയ്യുക. ആൻഡ് ഫൈനലി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഡെയിലി പ്രീ മാർക്കറ്റ് അനാലിസിസ് ഇടുന്നുണ്ട്. പിന്നെ ഇന്നലെ നമ്മുടെ ICT ലേണിംഗ് സീരീസിൻ്റെ 6th എപ്പിസോഡ് ഇന്നലെ ബൈ സെൽ ലിക്വിഡിറ്റി സെൽ ലിക്വിഡിറ്റി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എപ്പിസോഡ് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണുക. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേണിംഗ് സീരീസിൻ്റെ കംപ്ലീറ്റ് വീഡിയോസും ഇതുവരെയുള്ള 6 എപ്പിസോഡുകളും നിങ്ങൾക്ക് ആദ്യം പോലെ ഇരുന്ന് പ്രോപ്പറായിട്ടിരുന്ന് കാണാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. നമ്മൾ ക്ലിയർ ചെയ്ത് തന്നെയായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. നാളെ വെള്ളിയാഴ്ചയാണ്. ഈ ആഴ്ചത്തെ അവസാനത്തെ വർക്കിംഗ് ഡേ ആണ് നാളെ. അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് കറൻസി പിപ്സ് നാളെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. സൈനിങ് ഓഫ് ഹൗസ് ഫ്രം കറൻസി പിപ്സ്.